സത്യം പറഞ്ഞ എന്തിനു പോകണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. വിമാനത്തിന്റെ എഞ്ചിനീയർ ആണോ? ഞാനിങ്ങനെ സാറായിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ലായിരുന്നു. പിന്നീട് ക്ലാസ്സിലും തന്നെ കുറച്ച് മടിയായിക്കാൻ ക്ലാസ് തുടങ്ങുമ്പോൾ ഇഷ്ടമായി, സ്നേഹം കൊണ്ടാണ്. പക്ഷെ പിന്നെ എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഡോക്ടറായി, ടീച്ചറായി, എഞ്ചിനീയറായി, വെറൈറ്റി ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സ്റ്റേജ് ആണത്. കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഞാൻ കുറെ ഗൂഗിൾ ചെയ്ത് ബുക്കൊക്കെ എടുത്ത് വെച്ച് അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലായി. അപ്പൊ പിന്നെ പേടിയായി. വെൽക്കം ടു അനദർ വീഡിയോ. ദിസ് ഈസ് ഫെബിൻ. എൻ്റെ കൂടെ കുറച്ച് ഫ്യൂച്ചർ ആർക്കിടെക്ട്സ് ഉണ്ട്, അവരെ പരിചയപ്പെടാം. ഫത്താഹ് റഹ്മാൻ JEE ടോപ്പറാണ്, NIT കാലിക്കറ്റിലേക്ക് അഡ്മിഷൻ കിട്ടി കോളേജിൽ ജോയിൻ ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഷാന ജാസ്മിൻ JEE ടോപ്പറാണ്, നാറ്റ ടോപ്പറാണ്, NIT കാലിക്കറ്റിൽ അഡ്മിഷൻ കിട്ടി ജോയിൻ ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പൂജ ദിയാപ്രേം നാറ്റ ടോപ്പറാണ്, CETയിൽ അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. സോ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പൂജ ഇപ്പോൾ നാറ്റ ടോപ്പറാണ് അല്ലേ? സോ പറഞ്ഞോളൂ, എന്തൊക്കെയാണ്? എൻ്റെ വീട് ഇവിടെ കോഴിക്കോട് എരഞ്ഞിപ്പാലം ഭാഗത്താണ്. ഞാൻ കാലിക്കറ്റത്തെ ക്രാഷ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ 139 കിട്ടി നാറ്റയിൽ. സോ ഇനിയിപ്പോൾ കീം റാങ്ക് ലിസ്റ്റിന് വെയിറ്റ് ചെയ്യുകയാണ്. സോ ഷാന? ഞാൻ താമരശ്ശേരിയിൽ നിന്ന് വരുന്നത്. ഞാനിപ്പോൾ തിരികെ റെഗുലർ ബാച്ച് ആയിരുന്നു. JEE 99.7% ഉണ്ടായിരുന്നു. എയറിൽ 161 റാങ്ക്, OBC 41. ഇപ്പോൾ എനിക്ക് NIT കാലിക്കറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഷാന JEE ടോപ്പർ മാത്രമല്ല നാറ്റയ്ക്കും നല്ല സ്കോർ വാങ്ങിച്ചിട്ടുണ്ടല്ലേ? എത്ര നാറ്റ സ്കോർ? 150 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രാഞ്ച് ടോപ്പറാണ് കാലിക്കറ്റിലെ. ഫത്താഹ്? എൻ്റെ വീട് പുളിക്കൽ, കൊണ്ടോട്ടി പുളിക്കൽ. പിന്നെ ഞാൻ തിങ്കിൽ റെഗുലർ ബാച്ചിലായിരുന്നു, 1 ഇയർ റെഗുലർ ബാച്ച്. പിന്നെ JEE 99.91, OBC റാങ്ക് 14, എയർ 60. നമ്മുടെ കാലിക്കറ്റ് ബ്രാഞ്ചിലെ ടോപ്പറാണ്, JEE ടോപ്പറാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ്? എനിക്കറിയാം ഹാപ്പി ആയിരിക്കും, കാരണം എനിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റേറ്റിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഇത്രയും കാലത്തെ അല്ലെ നിങ്ങളുടെ ഹാർഡ് വർക്ക് കഴിഞ്ഞ് നിങ്ങൾ റാങ്കൊക്കെ വാങ്ങിച്ച് കോളേജിൽ പോകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയമാണ്. ഒബ്വിയസ്ലി ഹാപ്പി ആയിരിക്കും. എന്നാലും നിങ്ങൾ തന്നെ പറയാം, എന്താണ് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത്? ഭയങ്കര ഹാപ്പിയാണ്, കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത കോളേജിൽ കിട്ടുക എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളതാണ്. പെട്ടെന്ന് തന്നെ റിസൾട്ടൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിച്ച ലെവലിൽ എത്തിയെന്നുകൂടി അറിയുമ്പോൾ ഭയങ്കര ജോയ്ഫുൾ ആയിരുന്നു. ഇനിയിപ്പം ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യാം. ക്യൂരിയസ് ആയിരിക്കില്ലേ നിങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട്? കാരണം ആർക്കിടെക്ചർ ചൂസ് ചെയ്തു, റാങ്ക് കിട്ടി, ഇനി കോളേജിലോട്ട് പോവാണ്. സോ എന്തായിരിക്കും ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ? എങ്ങനെയായിരിക്കും ആർക്കിടെക്ചർ എന്നൊക്കെ അറിയാനായിട്ട് ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ടാവും. സോ NIT കാലിക്കറ്റ് തന്നെ ആയിരുന്നോ ഡ്രീം കോളേജ്? ആയിരുന്നു, അവിടെ തന്നെ കിട്ടി, ഹാപ്പിയാണ് അല്ലേ? ഫത്താഹും എനിക്ക് തോന്നുന്നു NIT കാലിക്കറ്റ് തന്നെ ആയിരുന്നു എയിം ചെയ്തിരുന്നത്, ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നെ NIT കാലിക്കറ്റ് ചൂസ് ചെയ്തു. സോ എന്തുകൊണ്ടായിരുന്നു SPA എന്ന്? ഒരുപാട് കാര്യമുണ്ട്. പിന്നെ കുറേ അന്വേഷിച്ച്, പിന്നെ ഇങ്ങനെ കൂടുതലായിട്ട് അറിഞ്ഞപ്പോൾ കാലിക്കറ്റ് NIT ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ക്ലൈമറ്റും അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ നിങ്ങളുടെ ഡ്രീം കോളേജ് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിരുന്ന കോളേജ് തന്നെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പൂജ ക്രാഷ് ബാച്ച് ആയിരുന്നല്ലേ? സോ +2 കഴിഞ്ഞ് ഫസ്റ്റ് ട്രയൽ തന്നെ ഇത്രയും ഒരു അച്ചീവ്മെന്റ്സ് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പം എങ്ങനെയാണ്, എന്താണ് ഇപ്പോഴത്തെ ഒരു ഹാപ്പി ആയിരിക്കും? അതെ, സത്യം പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് കിട്ടുന്ന വിചാരിച്ചില്ല, പക്ഷെ പിന്നെ കിട്ടി. അപ്പൊ ഇനിയിപ്പോ കീം റാങ്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. CET കിട്ടുന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രതീക്ഷയിൽ ഇരിക്കുകയാണ്. ഓക്കെ, സോ എന്താണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് ആർക്കിടെക്ചറിനെ കുറിച്ചിട്ട്? നിങ്ങൾ കുറേ കേട്ടറിഞ്ഞിട്ടുണ്ടാകും കുറേ കാര്യങ്ങളൊക്കെ. ഫാക്കൽറ്റീസ് ആർക്കിടെക്ചറിന് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും. സോ എന്താണ് നിങ്ങൾ ആർക്കിടെക്ചറിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഒരു പ്രൊഫഷനിൽ? എല്ലാ ബാക്കിയുള്ള ഫീൽഡിൽ നിന്നും കുറച്ച് ഡിസൈൻ റിലേറ്റഡ് വെറൈറ്റി, നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യാൻ പറ്റിയൊരു, ലൈക്ക് പേഴ്സണലി എനിക്ക് ഇനിയും എന്താ പറയുക, ഡോക്ടർ ആ ഒരു ഫീൽഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇനിയും കുറേ പഠിക്കാന്നുള്ളതില്ലാണല്ലോ. അപ്പോൾ ഇത് കുറച്ചുകൂടി എന്താ പറയുക, നമ്മളുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് ഇറ്റ്സ് ലൈക്ക് ഗോയിങ് ടു ബി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വേൾഡ്. സോ നല്ലൊരു ഓപ്ഷനാണ്. അങ്ങനെ തോന്നിയിട്ടാണ് മെയിൻലി ആർക്കിടെക്ചർ ചൂസ് ചെയ്തത്. ഓക്കെ, അതുതന്നെയാണ് നിങ്ങൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം അല്ലേ? കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് നമ്മുടെ ക്രിയേറ്റീവ് ഐഡിയാസും സ്ട്രാറ്റജീസും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് അല്ലേ? സോ എങ്ങനെയാണ് നിങ്ങൾ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നത്? ഞാൻ +1 പക്ഷേ സത്യം പറഞ്ഞാൽ എന്തിനു പോകണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നിനോടൊരു പെർട്ടിക്കുലർ കരിയറിനെ പറ്റി ആലോചിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു.
അപ്പൊ എല്ലാരും പറഞ്ഞു എഞ്ചിനീയറിങ്ങിന് പോയിക്കോ. അപ്പൊ പക്ഷെ പിന്നെ എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല, പോവാന്ന് വിചാരിച്ചു. പക്ഷെ അപ്പൊ എന്നോട് എൻ്റെ അമ്മേൻ്റെ അനിയത്തി പറഞ്ഞു ആർക്കിടെക്ചർ ഒരു നല്ലൊരു ഓപ്ഷൻ ആണ്, എസ്പെഷ്യലി ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യുന്ന ഒരു പാത്തും കൂടെ ആയതുകൊണ്ട് അതെടുത്താൽ എന്തായാലും നല്ലൊരു എൻജോയബിൾ ആയിട്ട് തോന്നും. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ച് നോക്കുന്നു. അപ്പൊ അങ്ങനെ ഞാൻ കുറെ ഗൂഗിൾ ചെയ്ത് അങ്ങനെയൊക്കെ നോക്കി, പിന്നെ നല്ലൊരു ഓപ്ഷൻ ആണെന്ന് മനസ്സിലായി, ഡിസൈനിങ്ങും എല്ലാം കൂടെ. അപ്പൊ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും. അപ്പൊ പിന്നെ അങ്ങനെ അന്വേഷിച്ച് അതിന് തന്നെ പോവാന്ന് ഉറപ്പിച്ചതാണ്. ഫത്താഫിന് എങ്ങനെയായിരുന്നു? പണ്ട് ചെറുപ്പത്തിൽ പൈലറ്റ് ആണ്, നല്ല ചെറുപ്പത്തിൽ. അതെ, യു പി ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്. യൂത്തിൽ കുറച്ചുകൂടെ LP 1ാം ക്ലാസ്സിൽ. പിന്നെ ഇങ്ങനെ നമ്മൾ ഈ വാർത്തയിലൊക്കെ കാണാൻ തുടങ്ങി ഇങ്ങനെ വിമാന ആക്സിഡൻ്റ് ആണെന്ന്. ആ ഒരു മന്തിൽ 3 പ്രാവശ്യം എന്തോ ആക്സിഡൻറ്റ് സംഭവിച്ചു. അപ്പോൾ പിന്നെ പേടിയായി. പക്ഷെ എന്നാലും വിമാനം വിടാൻ താല്പര്യമില്ലായിരുന്നു. വിമാനത്തിൻ്റെ എഞ്ചിനീയറാണോ ഞാൻ മനസ്സിലായി, എയറോനോട്ടിക് എഞ്ചിനീയറാണ് അത്. അങ്ങനെ അത് കുറേ കാലം ഉണ്ടായിരുന്നു എയറോനോട്ടിക് എഞ്ചിനീയർ. പിന്നെ അതിന് വരക്കാനൊക്കെ തുടങ്ങും. ഏട്ടൻ തന്നെ വരക്കും, അപ്പോൾ അവൻ്റെ കൂടെ ഇരുന്ന് വരക്കാനൊക്കെ തുടങ്ങും. പിന്നെ വരനോണ്ട് താല്പര്യം തുടങ്ങി. പിന്നെ ആരോ പറഞ്ഞു എയറോനോട്ടിക് എഞ്ചിനീയർ നല്ല കുറേ വർഷം പഠിക്കാണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനോടുള്ള താല്പര്യം കുറഞ്ഞു. പിന്നെ ഇതൊക്കെ എത്തി. പിന്നെ +1 +2 ഇപ്പോൾ ഫുള്ള് വേറെ എന്തൊക്കെയാണ് ആ കൺഫ്യൂഷൻ. ലാസ്റ്റ് +2 ലാസ്റ്റിക്ക് ഇങ്ങനെ എത്തിവിട്ടെ. ആ സമയത്താണ് +2 സമയത്താണ് കൂടുതൽ ആർക്കിടെക്ചറിനെ കുറിച്ചിട്ട് ഫിസിക്സ് ഡിഗ്രി എടുക്കാനൊക്കെ താല്പര്യം ഉണ്ടായില്ല. ഓക്കെ. സോ നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു നമുക്ക് എക്സ്പോഷർ ആ സമയത്ത് കുറവായതുകൊണ്ടായിരിക്കും നമുക്ക് ഒരുപാട് വേറെ കുറേ കാര്യങ്ങളുണ്ടാവും. കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഒക്കെ ഇതായിരിക്കും എനിക്ക് ബെറ്റർ എന്ന് നമുക്ക് തോന്നും അല്ലേ. നമ്മൾ 10ാം ക്ലാസ് വരെയൊക്കെ നമുക്ക് ചിലപ്പോൾ വേറെ കുറേ ആഗ്രഹങ്ങളായിരിക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് കളക്ടർ ആവണം എന്നായിരുന്നു ആദ്യമൊക്കെ ആഗ്രഹം. പിന്നെ കുറേ കഴിഞ്ഞ് ഡോക്ടറായി, പിന്നെ ടീച്ചറായി, പിന്നെ എഞ്ചിനീയറായി. അങ്ങനെ അതിൽ കുറേയൊക്കെ ഇങ്ങനെ മാറി മാറി വരികയായിരുന്നു. ഒരു 11th 12th ആർക്കിടെക്ചർ എന്ന് പറയുന്ന പ്രൊഫഷനെ കുറിച്ചിട്ട് അറിയുന്നതും എനിക്കതാണ് ഏറ്റവും ബെറ്റർ എന്ന് അറിഞ്ഞിട്ട് ഞാനത് ചൂസ് ചെയ്യുന്നത്. അതുപോലെ ആയിരിക്കും നമുക്ക് ഓരോരോ സ്റ്റേജിലായിരിക്കും നമ്മളത് മനസ്സിലാക്കുന്നത്. സോ ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മളിത് പാരൻസിൻ്റെ അടുത്ത് അല്ലേ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ഒരു ടൈം ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഞാൻ ചൂസ് ചെയ്ത പ്രൊഫഷൻ, ഇതിലായിരിക്കും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സോ ആ ഒരു ടൈം എങ്ങനെയായിരുന്നു? അതായത് ഇപ്പോൾ എല്ലാ പാരൻസും ആ പ്രൊഫഷനെ കുറിച്ചിട്ട് പ്രോപ്പറായിട്ട് എക്സ്പോഷർ ഉള്ളവരായിരിക്കണം എന്നില്ല. അപ്പോൾ അതിൽ ആ സമയം എങ്ങനെയായിരുന്നു നിങ്ങൾക്ക്? അതായത് ആ ഒരു വീട്ടുകാരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന ഒരു ടൈം. പേരൻസ് ഇന്ന പഠിക്കണം എന്നൊന്നും പറയുന്നില്ല, എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ള പഠിച്ചോന്നുള്ളത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ പാരൻസും അങ്ങനെ തന്നെയാണല്ലേ. എല്ലാവരും കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പഠിക്കാൻ വിടുന്ന പാരൻസാണ്. അപ്പോൾ അവരുടെ കൺസേൺ എന്ന് പറയുന്നത് മാക്സിമം അവരുടെ ഫ്യൂച്ചർ സേഫ് ആയിരിക്കണം എന്നുള്ളതാണ്. അത് ഏത് പ്രൊഫഷൻ ആണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഫഷൻ വഴി ഫ്യൂച്ചറിൽ ഒരു ജോബ് സെക്യൂരിറ്റിയാണ് അവർ നോക്കുന്നത്. സോ എങ്ങനെയായിരുന്നു ആ ഒരു ടൈം? എൻ്റെ വീട്ടില് എല്ലാവർക്കും അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഏതിനാ വെച്ചാല് അതിന് പോകുന്നതന്നെ നല്ലതെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പൊ എനിക്ക് ആർക്കിടെക്ചർ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാ പിന്നെ അതിന് തന്നെ ട്രൈ ചെയ്യാം എങ്ങനെയാണ് അല്ലേ. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റേജ് ആണത്. അതായത് ഒരു 12th ടൈം എന്ന് പറയുന്നത് നമ്മൾ ഏത് പ്രൊഫഷൻ ചൂസ് ചെയ്യും. ഇനി നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനൊരു പ്രൊഫഷൻ ചൂസ് ചെയ്താൽ തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, കുറേ ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ. ഇപ്പോൾ ജോബ് സെക്യൂരിറ്റി, അതുപോലെ നമുക്ക് പ്രോപ്പറായിട്ട് ഏൺ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിന് ഫ്യൂച്ചർ എന്താണ്, എപ്പോഴും സ്കോപ്പ് ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഒപ്പീനിയൻസ് വരും. അതായത് ഫാമിലി ആണെന്നുണ്ടെങ്കിലും കസിൻസ് ആണെങ്കിലും ആൻറ്റിമാർ, അങ്ങനെ ഒരുപാട് ഒപ്പീനിയൻസ് ഉണ്ടാവും. നാട്ടുകാർ അല്ലേ, നമ്മളെ കുറിച്ചിട്ട് എല്ലാവർക്കും ഭയങ്കര കൺസേൺസ് ആണ്, സ്നേഹം കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എല്ലാം ഒരുപോലെ കൺസിഡർ ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങളോടെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ടാണ് നമ്മളൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷനാണ് ആ ഒരു സമയത്ത് നമ്മൾ എടുക്കുന്നത്. സോ നിങ്ങൾ ഓൾറെഡി ആ ഒരു ഡിസിഷൻ എടുത്തു അല്ലെ, ആർക്കിടെക്ചർ ചൂസ് ചെയ്തു. സോ പിന്നീട് നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഇനി ഈ പ്രൊഫഷനിലോട്ട് എത്തിപ്പെടുന്നത്, എങ്ങനെ അതിലോട്ട് നമ്മൾ കിടക്കാം അല്ലെ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അതിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സോ എങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റാർട്ടിങ്? അതായത് ആർക്കിടെക്ചർ എടുക്കണമെന്ന് ചൂസ് ചെയ്തു, പക്ഷേ എങ്ങനെ ആർക്കിടെക്ചറിലോട്ട് വരാം എന്നുള്ള ആ ഒരു പ്രോസസ്സ്. ഇപ്പം നിങ്ങൾ ക്ലാസ്സിന് വന്നു, റിപ്പീറ്റ് ചെയ്തു, ക്രാഷ് കോഴ്സിൽ വന്നു, റാങ്ക് കിട്ടി, കയറാൻ നിൽക്കുന്നു. സോ ആ ഒരു സ്റ്റാർട്ടിങ്, അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞു എൻ്റെ ഒരു സാറാണ് എനിക്ക് തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറഞ്ഞത്. അപ്പം എനിക്ക് പിന്നെ ആർക്കിടെക്ചറിൽ കുറച്ച് താല്പര്യം വന്നപ്പം ഞാനിങ്ങനെ സാറായിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് താല്പര്യം. അപ്പം ഞങ്ങൾക്ക് സാറ് കരിയർ ഗൈഡൻസ് ടീച്ചേഴ്സായിട്ട് ഞങ്ങൾക്ക് ക്ലാസ് ഒക്കെ വെച്ചിരുന്നു.
അപ്പൊ അതിലൊരു സാറ് ഞങ്ങൾക്ക് NIT കാലിക്കറ്റിലുള്ള ഒരു സാർ തന്നെയായിരുന്നു. അപ്പൊ സാറും കുറെ ക്ലാസ്സുകളൊക്കെ പറഞ്ഞു തന്നപ്പോ അതിനെ കുറിച്ചൊരു ഐഡിയ വന്നു, എന്തൊക്കെ ആയിരിക്കും. പിന്നെ കാര്യമായിട്ട് അധികം അറിവൊന്നും ഇല്ലേനും, ബട്ട് ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം റിപ്പീറ്റിങ് എത്തിച്ചേർന്നതിന് ശേഷമാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്. ഫസ്റ്റിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു, ജസ്റ്റ് എൻട്രൻസ് എഴുതണം, കിട്ടും, എന്തായാലും കിട്ടും, കേറണം ആയിരുന്നു ഓർമ്മയുള്ളതിന്. പിന്നെ അതിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ വന്നതിന് ശേഷം തന്നെയാണ് അറിയുന്നത്. ഓക്കെ, സോ എക്സ്പെക്ട് ചെയ്തിരുന്നു, അതായത് റാങ്ക് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ, ഓക്കെ ഞാൻ എന്തായാലും റാങ്ക് വാങ്ങിക്കും, കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, എന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഒരു തോന്നലുണ്ടാവും, ഓക്കെ എനിക്ക് എന്തായാലും ഇത് കിട്ടും എന്നുള്ളത്. അതുണ്ടായിരുന്നു എല്ലാവർക്കും? ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ പ്രവേശിക്കാൻ പോയി. പിന്നെ റിപ്പീറ്റ് ചെയ്താൽ കിട്ടുമെന്ന് തോന്നിയിരുന്നു. അധികം ട്രൈ എന്താ പറയുക വർക്ക് ചെയ്തില്ലേനു. ഫസ്റ്റ് അറ്റംപ്റ്റിന് അധികം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും റിപ്പീറ്റ് ചെയ്താൽ കിട്ടും എന്നുള്ള രീതിയാണ് എഫേർട്ട് എടുക്കുന്നത് അല്ലേ? ഓക്കെ, സോ എഫേർട്ട് എടുത്താൽ കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കിട്ടി അല്ലേ? സോ എനിക്ക് തോന്നുന്നു കോൺഫിഡൻസ് തന്നെയാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടതല്ലേ, നമുക്കത് പറ്റും എന്നുള്ളൊരു നമ്മുടെ ഒരു അല്ലെ ആ ഒരു കോൺഫിഡൻസ് മെയിനായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അങ്ങനെയാണ് നിങ്ങൾ തിങ്കിലെത്തുന്നത്. ഇപ്പോൾ പൂജ ക്രാഷ് കോഴ്സ് ആയിരുന്നല്ലേ, 1 month ക്ലാസ് ആയിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഇപ്പോൾ ഇവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കില്ല പൂജയ്ക്ക്, രണ്ടുപേർക്കും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ റിപ്പീറ്റ് ബാച്ച് ആയിരുന്നു, പൂജ ക്രാഷ് ബാച്ച് ആയിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു 1 month പ്രിപ്പറേഷൻ? കാരണം നമ്മളൊരു ഹോൾ ഇയറിൽ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളൊരു 1 month പ്രിപ്പയർ ചെയ്ത് നമ്മൾ എടുക്കുന്നത്. സോ ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അപ്പോൾ 1 മാസത്തെ ക്രാഷ് കോഴ്സിനായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാല് 1 കൊല്ലം ഈ റെഗുലർ ബാച്ചിനൊക്കെ എടുക്കുന്ന ടോപ്പിക് നമുക്ക് ആ 1 മാസം തന്നെ എല്ലാം നല്ലോണം കിട്ടി. അതായത് ആദ്യം ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു, രാവിലെ തൊട്ട് 10 മണി തൊട്ട് 4 വരെ ഓഫ്ലൈൻ, പിന്നെ അത് കഴിഞ്ഞ് രാത്രി ഓൺലൈനും ഉണ്ട്. അപ്പോൾ ഈ 2 ക്ലാസ് വെച്ച് ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഡെയിലി ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും, പിന്നെ ഇടയിൽ മോക്ക് എക്സാംസ് ഉണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ വെച്ച് നല്ലോണം ഒരു ഐഡിയ ഒക്കെ കിട്ടി, അങ്ങനെ നല്ലോണം പഠിക്കാൻ പറ്റി. ഓക്കെ, സോ എന്തായിരുന്നു വീട്ടുകാരുടെ ഒക്കെ ഒരു റെസ്പോൺസ് റാങ്ക് കിട്ടിയപ്പോൾ? അതായത് ഫസ്റ്റ് ട്രയൽ തന്നെ ഇത് കിട്ടുന്ന അവർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? എക്സ്പെക്ടേഷൻ എനിക്കായിരുന്നു ഇല്ലാത്തത്, വീട്ടുകാർക്ക് ഭയങ്കര അവർ കോൺഫിഡൻ്റ് ആയിരുന്നു. അതെ. ഓക്കെ, അപ്പൊ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. എനിക്കാണ് ഭയങ്കര ഇതായത്, കാരണം ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ലായിരുന്നു. അപ്പൊ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു എന്തായാലും വീട്ടുകാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും, കാരണം 1 year നിങ്ങൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അപ്പം എന്തായാലും അവരത് വാങ്ങിക്കുന്നുള്ള എക്സ്പെക്ടേഷൻ അവർക്ക് ഉണ്ടായിരിക്കും. സോ ഇങ്ങനെ റാങ്ക് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? വീട്ടുകാരും ഫ്രണ്ട്സും, കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും അല്ലേ, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, കസിൻസ്, വീട്ടുകാരൊക്കെ ഉണ്ടാവും. സോ അവരുടെയൊക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? നമുക്കുണ്ടായ സുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റിൻ്റെയും റിസൾട്ട് വന്നു. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി എവിടെയാണ് നമ്മളെ ലെവല്, ഇനി വർക്ക് ചെയ്യണോ ഫസ്റ്റ് തന്നെ നല്ല സ്കോർ വാങ്ങിച്ച്. ഞാൻ സെക്കൻഡിന് വേണ്ടി ഇങ്ങനെ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ്, ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് കുറച്ച് സീരിയസ് ആയി പഠിക്കണം എന്നുള്ള അതിൽ നിൽക്കുമ്പോഴാണ് ഫസ്റ്റിൻ്റെ റിസൾട്ട് വരും. ഫസ്റ്റ് സെഷൻ്റെ റിസൾട്ട് വരുന്നത്. JEE 2 സെഷൻസ് ആണല്ലോ, നമുക്ക് ബെസ്റ്റ് ഓഫ് 2 ആണ് എടുക്കുന്നത് 2 സെഷൻസിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫത്താഹ് ഫസ്റ്റ് സെഷനിൽ തന്നെയാണ് 99.91 സ്കോർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഫിഡൻ്റ് ആയി, കാരണം അറിയാം എന്തായാലും സീറ്റ് കിട്ടും. എനിക്ക് ഓർമ്മയുണ്ടാകുന്ന ക്ലാസ്സിലാണ് റിസൾട്ട് വന്ന ദിവസം. പിന്നീട് ക്ലാസ്സിലും തന്നെ കുറച്ച് മടിയായി, കാരണം എനിക്ക് എന്തായാലും സീറ്റ് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ബുക്കൊക്കെ എടുത്ത് വെച്ച് സെക്കൻഡ് സെഷൻ പക്ഷെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ, കോൺഫിഡൻസ്. ഓക്കെ, ഷാനൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് ഫസ്റ്റ് സെഷനിൽ 98.6 ഉണ്ടായിരുന്നു. കിട്ടിയ ആ സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയി, എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേങ്കിൽ ചുറ്റിലുള്ള ആൾക്കാർക്ക് പിന്നെ കുറേ ആൾക്കാർക്ക് 99 ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് റിസൾട്ട് വന്ന ദിവസം നമ്മൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. ഞാൻ വന്നിട്ട് എല്ലാവരും എടുത്തും പറഞ്ഞു, എല്ലാവരും ഫോൺ എടുക്ക്, റിസൾട്ട് വന്നിട്ടുണ്ട്, റിസൾട്ട് അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞു ആ ക്ലാസ്സിലിരുന്നിട്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് പേർക്ക് നല്ല സ്കോർ ഉണ്ട്. ആ ബാച്ച് തന്നെ ഓൾമോസ്റ്റ് നിങ്ങളുടെ ബാച്ച് ആക്ച്വലി എനിക്ക് തോന്നുന്നു അത്രയും നല്ല റിസൾട്ട് ഉള്ളൊരു ബാച്ചായിരുന്നു. ഒരുപാട് പേർക്ക് നല്ല സ്കോർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സെക്കൻഡ് സെഷനിൽ പിന്നെ എനിക്ക് ഒരാഗ്രഹം പോരാ, 99 എത്തിക്കണം എന്നുള്ളൊരു പൂതി ഉള്ളതുകൊണ്ട് ഞാൻ സെക്കൻഡ് സെഷനിൽ കുറച്ചുകൂടി വർക്ക് ചെയ്തു. പിന്നെ സെക്കൻഡ് സെഷനിൽ കിട്ടിയത് പിന്നെ ഭയങ്കര 99.77. ഓക്കെ, ഹാപ്പിയാണ്. ഓക്കെ, നാറ്റ് അതുപോലെ തന്നെയാണല്ലേ, 2 സെഷൻസ് ആണ് പൂജ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഫസ്റ്റ് സെഷനിലെ സ്കോർ എത്രയായിരുന്നു? 136. നല്ല സ്കോർ തന്നെയാണ്. അപ്പോൾ സെക്കൻഡിൽ എങ്ങനെയാണ് അതിന് കുറച്ചുകൂടെ ബെറ്റർ ആക്കണം എന്നുള്ളൊരു ഇതിൽ കൂടുതൽ എഫേർട്ട് ഇട്ടിരുന്നു സെക്കൻഡ് സെഷന് വേണ്ടിയിട്ട്? സെക്കൻഡ് സെഷന് വേണ്ടി കുറച്ചും കൂടെ അരിത്തമെറ്റിക്കലൊക്കെ കുറച്ചും കൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ ആ സമയത്ത് എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ സെക്കൻഡ് സെഷന് വേണ്ടിയിട്ട്? കാരണം ക്ലാസ്സുകളൊന്നും ഉണ്ടായിരുന്നല്ലോ സെക്കൻഡ് സെഷൻ്റെ സമയത്ത്. അപ്പോൾ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു? സെക്കൻഡ് സെഷന് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂടുതലും തിങ്ക് തന്ന സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ട് നല്ലോണം നോക്കാൻ പറ്റി. പിന്നെ റെക്കോർഡ് ക്ലാസ്സസും ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ ലൈറ്റ് ബാച്ചിന്റെ ഇതിലും നല്ലോണം പ്രിപ്പയർ ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെയിലി ടാസ്ക് ഒക്കെ തന്നിട്ട് അങ്ങനെയും കുറെ ഉണ്ടായിരുന്നു. നിങ്ങൾ എലൈറ്റ് ബാച്ചിൽ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഓക്കെ. എലൈറ്റ് ബാച്ച് എന്താണെന്ന് ചിലപ്പോൾ കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കില്ല എന്താണ് എലൈറ്റ് ബാച്ച്, അവർ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. സോ എന്തായിരുന്നു എലൈറ്റ് ബാച്ചിൻ്റെ ഒരു എക്സ്പീരിയൻസ്? നിങ്ങൾ തന്നെ പറയാം, എന്താണ് എലൈറ്റ് ബാച്ച്, അല്ലെങ്കിൽ എങ്ങനെയാണ് എലൈറ്റ് ബാച്ചിലോട്ട് നിങ്ങൾ എത്തിയത് എന്നുള്ളത്? എലൈറ്റ് ബാച്ചിലെത്തുമ്പോൾ കുറച്ചുകൂടി നല്ലതായി തോന്നി, കാരണം കൂടുതൽ വർക്കും കാര്യങ്ങളൊക്കെ കിട്ടി. എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യുന്നതാണല്ലേ നിങ്ങളുടെ, അതായത് എക്സാംസിലെ മാർക്ക് നോക്കിയിട്ട് വെച്ചിട്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ അഡീഷണൽ ഗൈഡൻസും കുറച്ചുകൂടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ. സോ അപ്പോൾ നമ്മളിപ്പോൾ തിങ്കിലെത്തി അല്ലേ, പ്രിപ്പറേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, റാങ്ക് കിട്ടി. അപ്പോൾ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ അതാണ് നമ്മളിപ്പോൾ നമ്മുടെ മെയിൻ ടോപ്പിക്, ആർക്കിടെക്ചർ. കാരണം നിങ്ങൾ ആർക്കിടെക്ട്സ് ആകാൻ പോകുന്ന ആളുകളാണ്, ഫ്യൂച്ചർ ആർക്കിടെക്ട്സ് ആണ് എല്ലാവരും. ഓക്കെ. ഫ്യൂച്ചറിൽ നമ്മൾ ഇരിക്കുന്നത് പോലെ ഒരുപാട് ബിൽഡിങ്സും ഒരുപാട് സ്പേസൊക്കെ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ആളുകളാണ്. സോ നിങ്ങളുടെ പ്രൊഫഷനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഞാൻ ഇതായിരിക്കും ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ മോട്ടീവ് ഉണ്ടാവില്ലേ നമ്മളൊരു പ്രൊഫഷനിലോട്ട് പോകുമ്പോൾ എനിക്ക് ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടുകളോ പെർസ്പെക്റ്റീവ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇന്റീരിയർ ഡിസൈനറാണ്. ഞാൻ ഇതിലേക്ക് വരാൻ കാരണം അവള് കാരണമാണ്, അതിൽ ഇൻഫ്ലുവൻസ് ആയിട്ടാണ്. അപ്പം അവള് ചെയ്യുന്ന വർക്കൊക്കെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. അപ്പം പ്രത്യേകിച്ച് ഇതുണ്ടാക്കണം അതുണ്ടാക്കണമെന്നില്ല, എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ നിങ്ങൾ ആർക്കിടെക്ചറിന് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അതിനെ കുറിച്ചിട്ട് ഒരു ഗൈഡൻസ് ഒക്കെ ഏകദേശം കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 1 year എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു കോഴ്സിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഒരുപാട് ആർക്കിടെക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് നിന്നൊക്കെ എനിക്ക് തോന്നുന്നു കുറേ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. സോ എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് നിന്ന്, അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോൾ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഒരു ഔട്ട്പുട്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്? 5 വർഷമാണെന്നുള്ളതൊരു വലിയ ഫാക്ടറാണ്. അതെ. അത് ബാക്കിയുള്ളവർ പറയും 5 വർഷമൊക്കെ ഉണ്ടോ, അതാവുമ്പോഴേക്കും ഒരുപാടാവില്ലെന്ന്. ബട്ട് ബാക്കിയുള്ള ഡിഗ്രി കോഴ്സുകൾ നോക്കുകയാണെങ്കിലും ഡിഗ്രി 3 year ചെയ്താലും ഒന്നും ആവില്ലല്ലോ. പിന്നെയും എടുത്താലല്ലേ സെയിം സംഭവം തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 5 വർഷം പഠിച്ചാൽ പോരെ ബിസിനസ്, പിന്നെ PG, അതുപോലെ അത് കഴിഞ്ഞ് പിന്നെ സ്പെഷ്യലൈസ് ചെയ്ത് പോകണം. നമുക്ക് PGയുടെ ആവശ്യം വരുന്നില്ല ആക്ച്വലി. കൂടുതലും UG 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ ഫസ്റ്റ് ഇയർ മുതലേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസൈനിങ് ആണ് അല്ലേ. നമ്മൾ ബാക്കി പ്രൊഫഷൻസിനെ പോലെ നമ്മൾ ഡിഗ്രി പഠിച്ച് പിന്നെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നതല്ല. നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ ഡിസൈനിങ് ആണ് ചെയ്യുന്നത്. ഒരു 5 വർഷം ഡിസൈനിങ് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടാണ് നമ്മൾ പാസ് ഔട്ട് ആവുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് നമുക്കുണ്ട് എന്തായാലും. സോ അപ്പോൾ ഞാൻ ചോദിക്കാം, നിങ്ങളുടെ ഫേവറേറ്റ് ആർക്കിടെക്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ആരാ പറയുന്നത്? അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ ഒരുപാട് ആർക്കിടെക്ട്സിനെ കുറിച്ചിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആർക്കിടെക്ചറൽ സ്റ്റൈൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ബിൽഡിങ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആർക്കിടെക്ട്സിൽ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ആർക്കിടെക്റ്റ്? നിങ്ങൾ കണ്ടിട്ടുള്ള വർക്കുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരുപാട് വർക്കുകൾ നിങ്ങളെടുത്ത് നോക്കിയിട്ടുണ്ടാകും പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. അതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആർക്കിടെക്റ്റ് ആരാണ്? പൂജ പറ, ആരാണ് ഫേവറേറ്റ് ആർക്കിടെക്ചറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ബി ദോഷി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല നല്ല വർക്ക്സിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചതുകൊണ്ട് കുറെ അഹമ്മദാബാദിലെ സെറ്റ് യൂണിവേഴ്സിറ്റി, അഹമ്മദാബാദിലെ ഗുഫൊക്കെ ഭയങ്കര നല്ല രസം, ബാംഗ്ലൂര് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വർക്കാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഇന്ത്യയുടെ ഏക പ്രിസ്കർ വിന്നറാണ് ബി ദോഷി എന്ന് പറയുന്നത്. സോ ആർക്കിടെക്ചർ പഠിക്കാൻ പോകുന്ന ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട ഒരു ആർക്കിടെക്റ്റാണ് ബി ദോഷി. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, നിങ്ങൾ ഒരുപാട് ദോഷിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടാവും. സോ ഷാനൊക്കെ എങ്ങനെയാണ്, ബി ദോഷി തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും ഫേവറേറ്റ് ആർക്കിടെക്ട്സ് ഉണ്ടോ, ഇന്ത്യൻ ഓർ ഫോറിൻ? ബിൽഡിംഗ് ക്രിയേഷൻ വൈസ് സാഹാദിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ സാറെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ക്ലാസ് തുടങ്ങുമ്പോൾ ഇഷ്ടം. അത് കാരണം സഹാദീദിന് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇൻസ്പയർഡ് ആയിട്ട് വരുന്ന ഒരുപാട് ആർക്കിടെക്ട്സ് ഉണ്ടാവും.
കാരണം പുള്ളിക്കാരുടെ ബിൽഡിങ്സ് ഒക്കെ കാണാൻ നല്ല രസമാണ്, ഭയങ്കര കേവലിനിയർ സ്ട്രക്ചേഴ്സ് ആണ് അല്ലേ, ന്യൂ ഫ്യൂച്ചറിസ്റ്റിക് സ്റ്റൈലാണ്. പക്ഷെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തതിനെ കുറിച്ച് പഠിച്ച് തുടങ്ങുമ്പോഴാണ് ഇത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, സഹാദിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര എന്ന് വെച്ചാൽ അത്രയും അവർ അഡ്മയർ ചെയ്യുന്ന ഫ്രണ്ട്സാണ്. അവരുടെ വർക്കുകളൊക്കെ എടുത്ത് നോക്കും, ഫുൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ അവർ പിന്നീടാണ് ഡിസൈനിങ്ങിലോട്ട് വന്നപ്പോഴാണ് സഹാദിൻ്റെ ബിൽഡിങ്സ് ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പതുക്കെ സഹാദിനോടുള്ള ഇഷ്ടം കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് നമ്മൾ പഠിക്കുന്നതിനനുസരിച്ചിട്ട് മാറും. ഇപ്പോൾ നമ്മൾ ആർക്കിടെക്ചറിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുമ്പോഴാണ് ഓരോ ബിൽഡിങ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, പക്ഷേ സഹാദി ഇത് സ്റ്റാർട്ട് ചെയ്ത ആ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു വലിയ റെവല്യൂഷൻ ആയിരുന്നു. ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നൊരു ആർക്കിടെക്റ്റാണ് സഹാദി എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനലിൽ പോലും സഹാദി ഇത് ഡിസൈൻ ചെയ്ത അൽവക്ര സ്റ്റേഡിയം ഉണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെയാണ് നോർമൻ ഫോസ്റ്റർ ഒക്കെ ന്യൂ ഫ്യൂച്ചറിസ്റ്റിക് ബിൽഡിങ്സ് ചെയ്യുന്ന ആർക്കിടെക്റ്റാണ്. ഇല്ല, എനിക്ക് തോന്നുന്നത് നിങ്ങൾ കോളേജിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ആരുടെങ്കിലും അടുത്തുള്ള ഇഷ്ടം കൂടുതലായിരിക്കും. ചിലപ്പോൾ കുറച്ചുകൂടെ അവരെ കുറിച്ചിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ. അപ്പം എനിക്കൊക്കെ ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ സഹാദി, ഇത് ഫ്രാങ്ക് ഹെറി, ഡീകൺസ്ട്രക്റ്റീവ് സ്റ്റൈലൊക്കെ കണ്ടിട്ട് ആ ബിൽഡിങ്സ് ഒക്കെ കണ്ടിട്ട് ഭയങ്കര ഡാൻസിങ് ഹൗസിൻ്റെ ഒക്കെ ഭയങ്കര ഫാനായിരുന്നു ഞാൻ. പിന്നീട് കോളേജിൽ ചെന്നിട്ടാണ് ലോറി ബേക്കറിനെ കുറിച്ചിട്ടൊക്കെ അറിയുന്നത്. സോ അതിന് മുമ്പ് അറിയാമായിരുന്നു, പക്ഷേ ലോറി ബേക്കറിൻ്റെ ആ ഒരു സ്റ്റൈലും എക്കോ ഫ്രണ്ട്ലി ഡിസൈൻ, പുള്ളിക്കാരുടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ള കുറേ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട് ഒരുപാട് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ. അതുകൊണ്ടാണ് പോർമാൻസ് ആർക്കിടെക്റ്റ് എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുറച്ച് ലോറി ബേക്കർ ഫാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വർക്കിലും ആ ഒരു കാര്യങ്ങൾ ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ട് എൻ്റെ ഒരു വർക്കിലും അത് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ ഡിസൈൻസിലൊക്കെ. സോ ഫത്താഹുൻ എങ്ങനെയാണ് ഏതെങ്കിലും ഫേവറേറ്റ് ആർക്കിടെക്റ്റ്? ഫേവറേറ്റ് മാത്രമായിട്ടില്ല, എല്ലാവരും ഒരുപോലെ സസ്റ്റൈനബിൾ സ്റ്റൈലിനോട് കൂടുതൽ താല്പര്യമാണ്, സസ്റ്റൈനബിൾ ആർക്കിടെക്ചറിന്. അപ്പോൾ എന്തായാലും ലോറി ബേക്കറിനൊക്കെ ഇഷ്ടമായിരിക്കും സസ്റ്റൈനബിൾ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ. അതുപോലെ അനുപമക്കുണ്ടോ അല്ലേ? ഓറവില്ലൊക്കെ ഒരുപാട് ബിൽഡിങ്സ് അനുപമ ചെയ്തിട്ടുള്ള ബിൽഡിങ്സ് ഉണ്ട്. ഒരുപാട് ആർക്കിടെക്ട്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വരുന്ന ഒരുപാട് ആർക്കിടെക്ട്സ് പോസ്റ്റ് മോഡേൺ സ്റ്റൈലും അതുപോലെ തന്നെ ന്യൂ ഫ്യൂച്ചറിസ്റ്റിക് സ്റ്റൈൽ കൊണ്ടുവരുന്നതിൻ്റെ കൂടെ തന്നെ സസ്റ്റൈനബിലിറ്റിയും ഒരുപാട് അതുപോലെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ബിൽഡിങ്സ് ആണ് കൂടുതൽ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽസിനെ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ഇപ്പോഴുള്ള ആർക്കിടെക്ട്സ് ഒക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും കോഴ്സ് എന്ന് പറയുന്നത്, ആ ഒരു ജേണി. അതായത് നിങ്ങളൊന്നും അറിയാതെ അല്ല അങ്ങോട്ട് പോകുന്നതല്ലേ, നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ കോഴ്സ് പോലെ ആയിരുന്നു ഇത്രയും ഒരു ടൈം. അപ്പോൾ ആർക്കിടെക്ചറിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ബിൽഡിങ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് റാങ്ക് കിട്ടി എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടി, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്കത് കോഴ്സ് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് അങ്ങനെയായിരുന്നു പേഴ്സണലി. അപ്പോൾ ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോൾ കോച്ചിങ് കഴിഞ്ഞ് വന്നിട്ടുള്ള കുട്ടികൾ വളരെ കുറവായിരുന്നു. അപ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് തിങ്ങുന്ന നേരത്തെ ഓൾറെഡി തന്നെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ടീച്ചേഴ്സ് എടുത്ത് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഓക്കെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, കാരണം നമുക്കിത് നേരത്തെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എന്തായാലും ഇനി കിട്ടും നിങ്ങൾ കോളേജിൽ ചെല്ലുമ്പോൾ. സോ ക്യാമ്പസ് ലൈഫൊക്കെ ഒരുപാട് അല്ലേ, നിങ്ങൾ ഒരുപാട് ഡ്രീം കോളേജ് ഉണ്ടാവും, ഡ്രീം ക്യാമ്പസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരുപാട് ക്രൈറ്റീരിയ നമ്മൾ കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അക്കാഡമിക്സ് മാത്രമല്ല നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ കുട്ടികളെന്ന് പറയുമ്പോൾ അക്കാഡമിക്സ് മാത്രം നോക്കിയിട്ടല്ല കോളേജസ് ചൂസ് ചെയ്യുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ നോക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ NIT കാലിക്കറ്റ് നിങ്ങൾ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം അതായിരിക്കും. ഇൻഫ്രാസ്ട്രക്ചർ, ക്ലൈമറ്റ്, ഹോസ്റ്റൽസ്, ഫുഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അക്കാഡമിക്സിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കോളേജസ്, SPI ഡൽഹി ഒക്കെ നല്ല കോളേജാണ്. NIT കാലിക്കറ്റ് പോലെ തന്നെയാണ് SPI ഡൽഹി, NIT തൃച്ചി ഉണ്ട് അല്ലേ, SPS ഉണ്ട്, ഒരുപാട് NITs ഉണ്ട്. അപ്പോൾ നമുക്ക് പല ക്രൈറ്റീരിയാസ് ആയിരിക്കും. സോ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ക്രൈറ്റീരിയാസ് എന്തൊക്കെയായിരുന്നു? ക്യാമ്പസ്, ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നു, അതോ അക്കാഡമിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരുന്നു? എങ്ങനെയാണ് അതിൻ്റെ ഒരു? രണ്ടും നോക്കുന്നുണ്ട്. രണ്ടും നോക്കണം, കാരണം രണ്ടും നമുക്ക് വേണ്ടിയാണല്ലോ. അതെ, 5 വർഷം നിൽക്കണമെങ്കിൽ ക്യാമ്പസ് എങ്ങനെയാണെന്ന് നോക്കണം, അതിനുശേഷമുള്ളത് ബെനിഫിറ്റ് ഉണ്ടാവണമെങ്കിൽ സ്റ്റഡീസ് എങ്ങനെയാണെന്ന് നോക്കണം. രണ്ട് ക്രൈറ്റീരിയയും കൂടെ നോക്കിയിട്ടാണ് NIT കാലിക്കറ്റ് ചൂസ് ചെയ്തത്. നമുക്ക് അടുത്തുമാണ് അതെ, എല്ലാം കൊണ്ട്. ഡൽഹി, SPI ഡൽഹി നോക്കുകയാണെങ്കിൽ ക്യാമ്പസ് വൈസും എല്ലാം നല്ലതാണ്, പക്ഷെ നമുക്ക് ട്രാവൽസ്, നിൽക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കുറെ ബുദ്ധിമുട്ടാണ്. പക്ഷേ SPI ഡൽഹി ചൂസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. കാരണം ഓരോരുത്തർക്കും ഓരോ ചോയ്സ്. കാരണം പുറത്ത് പോകണം, അല്ലെങ്കിൽ എക്സ്പോഷർ, അക്കാഡമിക്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുട്ടികളൊക്കെ SPI ഡൽഹി ചൂസ് ചെയ്യാറുണ്ട്. പൂജയൊക്കെ എങ്ങനെയാണ്? CET ആണ് മെയിൻലി ഇപ്പോൾ നോക്കുന്നത്, കീമോ വഴിയാണ് അഡ്മിഷൻസ് എടുക്കുന്നത്. സോ എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻസ് കോളേജിനെ കുറിച്ചിട്ട്? ഇതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറും പിന്നെ ഫാക്കൾട്ടി നല്ല ഫാക്കൾട്ടീസ് ആണ്. അതെ, പിന്നെ സ്ഥലം എല്ലാം നല്ലൊരു ഇതാണ്. പിന്നെ
കോളേജിന്റെ നല്ല രസമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നല്ല ക്യാമ്പസാണ്. അപ്പം നമ്മൾ നല്ല ക്യാമ്പസിൽ പഠിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണല്ലേ. കാരണം നമ്മൾ 5 വർഷം നമ്മൾ ഈ കോഴ്സ് അവിടെയാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാനൊന്നും സമയം കിട്ടില്ല. അതായത് ലൈക്ക് ഫുൾ വർക്കായിരിക്കും നമുക്ക്. ഇപ്പോൾ വീക്കെൻഡ്സിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്ന് വെച്ചാൽ സ്ട്രെസ്സും വർക്ക് ലോഡൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്യുന്ന വർക്കുകളായിരിക്കും ഇതൊക്കെ. നല്ല എക്സ്പീരിയൻസ് മെമ്മറീസ് ആയിരിക്കും നമുക്ക്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത് ഈ ക്യാമ്പസുകളിലായിരിക്കും. അപ്പോൾ ക്യാമ്പസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. അക്കാഡമിക്സ് നല്ലതായിരിക്കണം, ക്യാമ്പസും നല്ലതായിരിക്കണം. അതുകൊണ്ടാണ് എല്ലാവരും ഈ ടോപ്പ് കോളേജസിൽ കയറണം എന്ന് പറയുന്നത് അല്ലേ. കാരണം നമ്മൾ അത്രയും അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുന്നതും ഈ ഒരു നമ്മുടെ ഡ്രീം കോളേജിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫത്താഹ് പല അംബിഷൻസ് ഇങ്ങനെ മാറ്റി അവസാനം ആർക്കിടെക്ചർ ചൂസ് ചെയ്ത് തിങ്കിലോട്ട് എത്തിപ്പെട്ടത് എങ്ങനെയായിരുന്നു? അതായത് തിങ്കിലോട്ട് വരുന്ന ആ ഒരു ജേണി. ഒന്നാമത് ഞാൻ ഈ എൻട്രൻസിനെ കുറിച്ച് അറിഞ്ഞിട്ടാണ് ആർക്കിടെക്ട് എടുക്കാൻ അവസാനം ഉറപ്പിച്ചത്. എൻട്രൻസിൻ്റെ സബ്ജക്റ്റൊക്കെ നോക്കിയപ്പോൾ എന്നോട് പറ്റും, അങ്ങനെ അതുകൂടി നോക്കിയിട്ടാണ് എടുത്തത്. അപ്പോൾ എൻട്രൻസിന് ഇനി എന്തൊക്കെ സിലബസ് എങ്ങനെയൊക്കെയാണ് അത് നോക്കുമ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് തന്നെ സ്പോൺസേഡ് പറഞ്ഞിട്ട് തിങ്ക് വന്നു. അപ്പോൾ ഞാൻ അങ്ങനെ തിങ്കിന് മെസ്സേജ് അയച്ചു. അങ്ങനെ ഫസ്റ്റ് ക്രാഷ് കോഴ്സിന് ഓൺലൈനായിട്ട് ചേർന്നു, പിന്നെ റിപ്പീറ്റ് ചെയ്തു.